നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. വാർത്തകളിലേക്ക് വിശദമായി കടക്കുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്കാണ് ഇനി. തൃശൂരിൽ പ്രിയങ്ക ഗാന്ധി എംപിയുടെ വാഹന വ്യൂഹത്തിന് തടസ്സം സൃഷ്ടിച്ച യുവാവിനെതിരെ പോലീസ് കേസെടുത്തു. തൃശൂർ എളനാട് സ്വദേശി അനീഷ് എബ്രഹാമാണ് വാഹന വ്യൂഹത്തിനിടെ കാർ കയറ്റി തടസ്സമുണ്ടാക്കിയത്. പോലീസ് ഇടപെട്ട് വാഹനം മാറ്റിയപ്പോൾ യുവാവ് പോലീസിനോട് തട്ടിക്കയറുകയും ചെയ്തു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ഈ MP പ്രിയങ്ക ഗാന്ധിയുടെ വാഹന വ്യൂഹത്തിനിടയിലേക്ക് മനഃപൂർവ്വം വാഹനം ഓടിച്ച് കയറ്റിയതാണോ തടസ്സമുണ്ടാക്കാൻ എന്ന ഉദ്ദേശത്തോടെ? എന്താണ് ഈ സംഭവത്തിന് ശേഷം ഈ പോലീസുകാരോടൊക്കെ ഇതിലെ യാത്രക്കാർ തട്ടിക്കയറുന്നുണ്ടല്ലോ? ബോധപൂർവം ഈ വാഹനം ഓടിച്ചു കയറ്റി എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വണ്ടൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് പോവുകയായിരുന്നു വയനാട് MP ആയിട്ടുള്ള സൂരജ്, ടെലിഫോൺ ലൈനിൽ വ്യക്തത കുറവുണ്ട്, ഒന്നുകൂടി ട്രൈ ചെയ്യാം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി പങ്കുവെക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ വാഹന വ്യൂഹത്തിനിടയിലേക്ക് മനഃപൂർവ്വം ഈ രീതിയിൽ ബോധപൂർവം വാഹനം ഓടിച്ചു കയറ്റിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞ് പോലീസുകാർ തട്ടിക്കയറുന്നുമുണ്ട്. പോലീസ് അയാളെ പിടിച്ചു മാറ്റിയ ശേഷം, വാഹനം മാറ്റിയ ശേഷം അവിടെ ഇത്തരം സംഭവങ്ങൾ നടക്കുകയും ചെയ്തു. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആ സംഭവങ്ങൾ നടക്കുകയും ചെയ്തു. പോലീസുകാരുടെ ഒക്കെ തട്ടിക്കയറുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വാഹനത്തിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു 3-4 പേർ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്, ഈ സംഭവത്തിൽ എന്ത് നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്, എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നതൊക്കെയുള്ള കാര്യങ്ങൾ സൂരജ് സജി അല്പസമയത്തിനകം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൂരജ് കേൾക്കാം. അപ്പോൾ എന്താണ് സംഭവമെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? ബോധപൂർവം ഈ വാഹനവ്യൂഹത്തിന് ഇടയിലേക്ക് ഈ കാർ ഓടിച്ച് കയറ്റുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. ഇന്ന് വണ്ടൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് പോവുകയായിരുന്നു വയനാട് MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി. തൃശൂർ പിന്നിട്ട് മണ്ണൂത്തിക്ക് അടുത്തേക്ക് എത്തുന്ന സമയത്താണ് ഈ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിന് മുന്നിൽ എളനാട് സ്വദേശിയായിട്ടുള്ള അനീഷ് എബ്രഹാമിന്റെ വാഹനം പോകുന്നത്. ഈ സമയം പൈലറ്റായി വന്നിരുന്ന മുന്നിൽ പോയിരുന്ന ജീപ്പ് കുറെ നേരം അനീഷിന്റെ വാഹനത്തിന് പുറകിൽ വെച്ച് ഹോൺ അടിച്ചു. പക്ഷേ അനീഷ് വാഹനം മാറ്റിക്കൊടുത്തില്ല. ഏറെ നേരം ഹോൺ അടിച്ചതോടുകൂടി ഈ വാഹനം ഇടത്തേക്ക് എടുക്കുന്നു. ആ സമയത്ത് വാഹനവ്യൂഹം മുന്നോട്ട് കടന്നു പോവുകയും ചെയ്തു. പക്ഷേ ഈ പൈലറ്റ് ജീപ്പ് കടന്ന ഉടനെ തന്നെ അനീഷ് വാഹനം റൈറ്റിലേക്ക് എടുക്കുകയും ഈ പൈലറ്റ് ജീപ്പിന് പുറകിലായി തന്റെ വാഹനം ഓടിച്ചു കയറ്റുകയുമായിരുന്നു. അനീഷിന് പോകേണ്ടിയിരുന്നത് മണ്ണൂത്തി ജംഗ്ഷനിൽ നിന്ന് വാണിയമ്പാറയിലേക്കാണ്, ഇടത്തേക്കാണ്. പകരം ആ അനീഷ് ബോധപൂർവ്വം ഈ വാഹനത്തിന് മുന്നിൽ കയറി ഈ മണ്ണൂത്തി ജംഗ്ഷനിൽ ഗതാഗത തടസ്സം ഉൾപ്പെടെ സൃഷ്ടിക്കുകയായിരുന്നു. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെത്തിയാണ് ഈ അനീഷിന്റെ വാഹനം അവിടെ നിന്ന് ബലമായി മാറ്റുന്നതും പിന്നീട് ഈ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനവ്യൂഹം കടത്തിവിടുകയും ചെയ്തു. ഇതിനുശേഷം പോലീസിനോട് കയർക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അനീഷ് പറയുന്നത് താൻ വലിയ വ്ളോഗറാണ്, 4 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ പോലീസ് തന്റെ വാഹനം തടഞ്ഞത് താൻ വ്ളോഗായി ചിത്രീകരിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കും എന്ന തരത്തിലൊക്കെ പറഞ്ഞ് പോലീസിനോട് തട്ടിക്കയറുകയും ചെയ്തു. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലവിൽ ഈ വാഹന വ്യൂഹത്തിന് അപകടമുണ്ടാക്കാൻ ശ്രമിച്ചതും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. എന്തായാലും അനീഷിനെ ഇന്ന് വിട്ടയച്ചിട്ടുണ്ട്. നാളെ രാവിലെ ഈ വാഹനത്തിന്റെ രേഖകളുമായി വീണ്ടും സ്റ്റേഷനിൽ ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രതി. ശരി, സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ തൃശ്ശൂരിൽ നിന്നും പങ്കുവച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ നാളെ ചെറിയ പെരുന്നാൾ. സൗദിയിൽ ശവ്വാൽ മാസപ്പിറ കണ്ടു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. ഒമാനിൽ തിങ്കളാഴ്ചയാണ് പെരുന്നാൾ. സൗദിയിലെ തമീറിലാണ് ഇന്ന് ശവ്വാൽ മാസപ്പിറ ആദ്യം കണ്ടത്. ഇതോടെ നാളെ ചെറിയ പെരുന്നാൾ ആയിരിക്കുമെന്ന് സൗദി സുപ്രീം കോടതി അറിയിച്ചു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെല്ലാം നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഒമാനിൽ മാസപ്പിറ കാണാത്തതിനാൽ നാളെ റമദാൻ 30 പൂർത്തിയാക്കി തിങ്കളാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുക. വിപുലമായി പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്വദേശികളും മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികളും. നിർബന്ധ കർമ്മമായ ഫിത്ർ സക്കാത്ത് വിതരണം ആരംഭിച്ചു.
അരി ഉൾപ്പെടെയുള്ള ധാന്യങ്ങളാണ് പ്രധാനമായും പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്നത്. പുതുവസ്ത്രമണിഞ്ഞ് നാളെ രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കും. പെരുന്നാൾ വിഭവങ്ങൾ കഴിച്ച് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കും. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിലും ഖുതുബയിലും പങ്കെടുക്കും. സൂര്യൻ ഉദിച്ച് 15 മിനിറ്റായാൽ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കണമെന്നാണ് സൗദി മതകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. 19,000-ഓളം സ്ഥലങ്ങളിൽ പെരുന്നാൾ നമസ്കാരം നടക്കും. 15,948 പള്ളികളും 3,939 ഈദ്ഗാഹുകളും നമസ്കാരത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ വെടിക്കെട്ടും കലാപരിപാടികളും ഉൾപ്പെടെ ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. ജലീൽ കടമകലം, 24 ജിദ്ദ. ചെറിയ പെരുന്നാളിനെ ആഘോഷപൂർവ്വം വരവേൽക്കുകയാണ് സൗദിയിലെ മലയാളികൾ. പെരുന്നാൾ ആശംസകൾ കൈമാറിയും മധുരം വിതരണം ചെയ്തും മൈലാഞ്ചി അണിഞ്ഞുമൊക്കെ മലയാളി കുടുംബങ്ങൾ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സുഹൃത്തുക്കളും കുടുംബങ്ങളുമെല്ലാം ഒത്തുകൂടി ജിദ്ദയിലെ മലയാളികൾ ചെറിയ പെരുന്നാൾ ആഘോഷം ആരംഭിച്ചു. പാട്ടുപാടിയും പെരുന്നാൾ ആശംസകൾ കൈമാറിയും കൈകളിൽ മൈലാഞ്ചി അണിഞ്ഞും കുടുംബിനികളും കുട്ടികളുമെല്ലാം ആഘോഷിക്കുകയാണ്. 1 മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് വിരാമം വിട്ടുകൊണ്ട് റമദാന്റെ ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള ഏതാനും ദിവസങ്ങളെ അവർ ആഘോഷിക്കും. നമ്മളുടെ ഒരു ഈദ് ആഘോഷം എന്ന് പറയുന്നത് രാവിലെ നമ്മൾ എല്ലാവരും കൂടി ഫുൾ ഫാമിലി ഒക്കെ ആയിട്ട് നമ്മൾ പള്ളിയിൽ പോവും. പള്ളിയില് ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ മിഠായും പിന്നെ ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് തന്നെ ഇക്കാരം നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ടാവുക. അപ്പോൾ പള്ളിയിൽ വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നു. പിന്നെ വീട്ടിൽ വരും, ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ പോവും. എന്നിട്ട് അവർക്കൊക്കെ നമ്മളുടെ വക ചെറിയ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്ത് വീട്ടിൽ വരും. ഉമ്മ നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല റാഹത്തായിട്ടാണ് നമ്മളെ കുറച്ച് ഈദ് ആഘോഷം. സൗദികളാവട്ടെ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആളുകളാവട്ടെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് നമ്മൾ ഈദ് ആഘോഷിക്കുന്നത്. അതേപോലെ തന്നെ തലേ ദിവസം തുടങ്ങും അതിൻ്റെ ആഘോഷങ്ങൾ. ഇപ്പം നമ്മൾ തന്നെ കാണുന്നുണ്ട്, ഇതാ ഒരു ഭാഗത്ത് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നു, ഒരു ഭാഗം മിഠായി കൊടുക്കുന്നു, ഒരു ഭാഗം കേക്ക് വെട്ടുന്നു. അതേപോലെ തന്നെയാണ് പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഇവിടെ പല വിഭവങ്ങളാണ്. പലരും പല രൂപത്തിലുണ്ടാക്കിയിട്ട് പല നാട്ടിലുള്ള വിഭവങ്ങളും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് കഴിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. മധുരവും കുട്ടികൾക്ക് പെരുന്നാൾ സമ്മാനങ്ങളും വിതരണം ചെയ്ത് മുതിർന്നവരും ആഘോഷങ്ങളുടെ ഭാഗമാകുന്നു. നാട്ടിലുള്ള ബന്ധുക്കൾ കൂടെയില്ലെങ്കിലും ഉള്ളവരെ കൂട്ടി പെരുന്നാൾ ആഘോഷിക്കുകയാണ് പ്രവാസി മലയാളികൾ. ഇവിടുത്തെ ഈദ് ഫണ്ണാണെങ്കിലും പക്ഷെ നാട്ടിലുള്ള ഫീൽ ഇവിടെ ഉണ്ടാവില്ല. ഗ്രാൻഡ് പാരൻസിന്റെ ഒപ്പരേ കസിൻസിന്റെ ഒപ്പരയുള്ള അത്ര രസം ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ആഘോഷിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ആൾക്കാരെ നമുക്ക് എപ്പോഴും മിസ് ചെയ്യും എല്ലാ ഈദും. ഫിത്ർ സക്കാത്ത് വിതരണം, പുതുവസ്ത്രമണിഞ്ഞ് പെരുന്നാൾ നമസ്കാരം, പെരുന്നാൾ വിഭവങ്ങൾ തയ്യാറാക്കൽ, ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കൽ തുടങ്ങിയവയാണ് പെരുന്നാൾ ദിനത്തിൽ വിശ്വാസികൾ പ്രധാനമായും ചെയ്യുന്നത്. അവധിയായതുകൊണ്ട് തന്നെ പലരും ഔദ്യോഗിക ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും വിനോദയാത്രകൾ നടത്തുകയും ചെയ്യുന്നു. ആഘോഷങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ പല രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് പെരുന്നാളോടനുബന്ധിച്ച് നടക്കുന്നത്. ഇതിനായി സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് അവധിയും നൽകിയിട്ടുണ്ട്. ജലീൽ കണ്ണമകലം, 24 ജിദ്ദ. 1 മാസത്തെ വ്രതശുദ്ധിയിലൂടെ നേടിയെടുത്ത ആത്മീയ ഉണർവിനൊടുവിൽ ഈദുൽ ഫിത്തർ വിരുന്നെത്തുമ്പോൾ വിശ്വാസികൾ ആഘോഷത്തിനുപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പെരുന്നാളിനെ ആഹ്ലാദപൂർവ്വം വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ഓരോ പ്രവാസിയും. സുബൈർ ഉദ്ദിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പുണ്യങ്ങൾ പൂത്തുലഞ്ഞ 1 മാസത്തെ വ്രതാനുഷ്ഠാനത്തിനു ശേഷം വിശ്വാസികളിലേക്ക് വിരുന്നെത്തിയ ഈദുൽ ഫിത്തറിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളാണെങ്കിലും ഇന്ന് നിലാവ് കണ്ടിരിക്കുന്നു. നാളെ സൗദി അറേബ്യയിൽ പെരുന്നാളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്ത് തോന്നുന്നു ഈ സമയത്ത്? നാളെ പെരുന്നാൾ ആഘോഷിക്കാൻ ഓരോരുത്തരും പ്രവാസ സമൂഹത്തിൽ ഓരോരുത്തരും വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടു കൂടി ഈദുൽ ഫിത്തർ കൊണ്ടാടാൻ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കും. എല്ലാവർക്കും ഈദ് മുബാറക്. ഇല്ല, റമദാൻ 30 പ്രതീക്ഷിച്ചാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, റമദാൻ 29 സൗദി അറേബ്യയിലെ മാസപ്പുറമെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ
പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഈദ് മുബാറക്. എങ്ങനെ നാട്ടിലെ പെരുന്നാൾ ഇവിടുത്തെ എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? നാട്ടിൽ എല്ലാവരും ഉണ്ടാവും, ഫാമിലി എല്ലാവരും. എന്നാലും ഇവിടെ നമ്മൾ ഒരുമിച്ച് തന്നെയാണ്, സന്തോഷം തന്നെ. നാട്ടിലത്തെ പെരുന്നാളും ഇവിടുത്തെ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് മിസ്സിംഗ് ആണ് ശരിക്കും നാട്ടിലത്തെ പെരുന്നാൾ. ഒരു മാസത്തെ നോമ്പിന് ശേഷം നാളെ പെരുന്നാളാണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസ. അൽഹംദുലില്ലാ, സന്തോഷമുണ്ട്. ആദ്യമായാണ് എൻ്റെ കുടുംബവുമായി ഇവിടെ ഗൾഫിൽ വന്നത്. ഇൻഷാ അല്ലാഹ് നാളെ പെരുന്നാളല്ലേ, എല്ലാവർക്കും ഈദ് മുബാറക്. ആദ്യ പെരുന്നാളാണ്. എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുകയാണ് ലോകമെമ്പാടും. സൗദിയിലുള്ള നമ്മളും പ്രവാസികളും എല്ലാവരും നല്ല രീതിയിൽ നാളെ പെരുന്നാൾ ആഘോഷിക്കുന്നതാണ്. എല്ലാവർക്കും ഈദ് മുബാറക്. എല്ലാവർക്കും ഈദ് മുബാറക്. വളരെ സന്തോഷം. എന്തായാലും വ്രതവിശുദ്ധിക്ക് ശേഷമുള്ള ഒരു പെരുന്നാൾ സന്തോഷത്തിലേക്ക് പ്രവാസത്തിലെ മലയാളികൾ നീങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. എല്ലാവർക്കും ഈദ് മുബാറക്. വളരെ സന്തോഷം. എന്തായാലും വിരുന്നെത്തിയ ഈദുൽ ഫിത്തറിനെ വിശ്വാസികൾ സ്നേഹപൂർവ്വം സ്വീകരിച്ചു കഴിഞ്ഞു. സുബൈറുദ്ദീനൂർ, 24 ദമാം. വെൽക്കം ബാക്ക്. ഗൾഫ് ഫോക്കസ് തുടരുകയാണ്. സൗദിയിലെ ദക്ഷിണ കേരള ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മക്ക കമ്മിറ്റി ഇഫ്താർ സംഗമവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു. ഗ്ലോബൽ ചെയർമാൻ ഷറഫുദ്ദീൻ ബാഖവി ചുങ്കപ്പാറ ഉദ്ഘാടനം ചെയ്തു. മക്ക കമ്മിറ്റി പ്രസിഡന്റ് ബിലാൽ മൗലവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം അഷ്റഫ് മൗലവി ഇരാറ്റുപേട്ട മുഖ്യ പ്രഭാഷണം നടത്തി. നൌഷാദ് പെരുന്തല്ലൂർ, നൈസൽ പത്തനംതിട്ട, അലി ഖാൻ, ഷമീം നരിക്കുനി എന്നിവർ സംസാരിച്ചു. സിഗ്ബത്തുള്ള തങ്ങൾ പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം നൽകി. സലീം കണ്ണനാകുഴി സ്വാഗതവും നിസാർ നിലമേൽ നന്ദിയും പറഞ്ഞു. പാണക്കാടെത്തി ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത് പ്രിയങ്ക ഗാന്ധി MP. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിലായിരുന്നു ഇഫ്താർ വിരുന്ന്. പാണക്കാട് തങ്ങൾമാരും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കളും ചേർന്ന് പ്രിയങ്കയെ സ്വീകരിച്ചു. മലയാളത്തിൽ പെരുന്നാൾ ആശംസ കൂടി നേർന്ന ശേഷമാണ് പ്രിയങ്ക ഗാന്ധി മടങ്ങിയത്. കോൺഗ്രസിലെ തമ്മിലടിയും മുന്നണിയിൽ അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല എന്നതടക്കമുള്ള മുസ്ലിം ലീഗിന്റെ അതൃപ്തിക്കുമിടെയാണ് പ്രിയങ്കയുടെ പാണക്കാട് സന്ദർശനം. മുസ്ലിം ലീഗിന്റെ വയനാട് പുനരധിവാസ പ്രവർത്തനത്തെ പ്രിയങ്ക ഗാന്ധി പ്രശംസിച്ചു എന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. പെരുന്നാൾ അവധി ദിനങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷ ശക്തമാക്കാനും നടപടിയുമായി അധികൃതർ. ദുബായ് പോലീസും RTA-യും മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. അവധി ദിനങ്ങളിലെ തിരക്ക് കണക്കിലെടുത്ത് സുരക്ഷ ശക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് അധികൃതർ. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക്കും റോഡ്സ് ഗതാഗത അതോറിറ്റിയും ദുബായ് പോലീസും ഏകോപിപ്പിച്ച് പ്രധാന മേഖലകളിൽ പട്രോളിംഗ് നടത്തും. സുരക്ഷ വിലയിരുത്തിയതായി എമിറേറ്റിലെ ഇവന്റ് സെക്യൂരിറ്റി കമ്മിറ്റി അറിയിച്ചു. തിരക്ക് ലഘൂകരിക്കുന്നതിനും സുഗമമായ ഗതാഗതം നിലനിർത്തുന്നതിനുമായി നടപടികൾ സ്വീകരിക്കും. വിവിധയിടങ്ങളിൽ 138 ആംബുലൻസുകൾ, 10 മറൈൻ റെസ്ക്യൂ ബോട്ടുകൾ, 51 ബൈസിക്കിൾ പട്രോളിംഗ് വാഹനങ്ങൾ, 471 പോലീസ് പട്രോളിംഗ് വാഹനങ്ങൾ, 68 സിവിൽ ഡിഫൻസ് വാഹനങ്ങൾ, 24 ചെറിയ ട്രക്കുകൾ, 34 സമുദ്ര സുരക്ഷാ ബോട്ടുകൾ, 2 ഹെലികോപ്റ്ററുകൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. അതിനിടെ അനുമതിയില്ലാതെ പടക്കങ്ങൾ ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന അനധികൃത പടക്കങ്ങൾ വാങ്ങരുതെന്നും കർശന നിർദ്ദേശമുണ്ട്. 24 ദുബായ്. യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി യാതൊരു വിവരങ്ങളും ലഭിച്ചിട്ടില്ലെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി വൃത്തങ്ങൾ അറിയിച്ചു. നിമിഷപ്രിയയുടെ മോചനത്തിലുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നു വരികയാണെന്നും എംബസി വ്യക്തമാക്കി. ഇന്ന് കാലത്തു മുതലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് വിവിധ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഉടൻ നടപ്പാക്കുമെന്ന തരത്തിലായിരുന്നു വാർത്തകൾ. നിമിഷപ്രിയ ജയിലിൽ നിന്ന് അയച്ച ശബ്ദ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വിവിധ മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഈദുൽ ഫിത്തറിന് ശേഷം തൻ്റെ വധശിക്ഷ നടപ്പാക്കിയേക്കുമെന്ന് വനിതാ അഭിഭാഷക അറിയിച്ചുവെന്നായിരുന്നു നിമിഷയുടെ സന്ദേശത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ യാതൊരുവിധ അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് യമൻ കാര്യങ്ങളുടെ ചുമതലയുള്ള റിയാദിലെ ഇന്ത്യൻ എംബസി വൃത്തങ്ങൾ വ്യക്തമാക്കി. എന്നാൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോഴും ഇടപെടൽ നടത്തിവരികയാണെന്നും എംബസി വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുമെന്ന അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് യമനിലെ ജയിൽ അധികൃതർ വ്യക്തമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. നിമിഷയുടെ മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റിയുടെയും നിമിഷയുടെ കുടുംബത്തിൻ്റെയും അറ്റോർണിയായ സാമുവൽ ജെറോം ഭാസ്കർ ജയിൽ അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ജയിൽ അധികൃതരിൽ നിന്നും കുടുംബത്തിന് താൽക്കാലികമായെങ്കിലും ആശ്വാസമാകുന്ന വിവരം ലഭിച്ചിരിക്കുന്നത്. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. ദുബായ് ഭരണാധികാരി പ്രഖ്യാപിച്ച ജീവകാരുണ്യ പദ്ധതിയായ ഫാദേഴ്സ് എൻഡോമെന്റിലേക്ക് ഇതുവരെ ലഭിച്ചത് 372 കോടി ദിർഹം. ഉദ്ദേശിച്ചതിലും 3 ഇരട്ടി അധികം തുകയാണ് ലഭിച്ചത്. പദ്ധതിയുടെ ഭാഗമായവർക്ക് അധികൃതർ
നന്ദി അറിയിച്ചു. റമദാനോടനുബന്ധിച്ചാണ് UAE വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ജീവകാരുണ്യ പദ്ധതിയായ ഫാദേഴ്സ് എൻഡോവ്മെന്റ് പ്രഖ്യാപിച്ചത്. 100 കോടി ദിർഹം സമാഹരിക്കാനായിരുന്നു പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത്. പദ്ധതി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെ പദ്ധതിയിലേക്ക് ഇതുവരെ 372 കോടി ദിർഹം ലഭിച്ചതായി അധികൃതർ അറിയിച്ചു. ഉദ്ദേശിച്ചതിലും 3 ഇരട്ടി അധികം തുക. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ UAE വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതുവരെ 2,77,000-ത്തിലധികം ആളുകൾ ഇതിലേക്ക് സംഭാവന നൽകിയതായും അദ്ദേഹം പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായവർക്ക് അധികൃതർ നന്ദി അറിയിച്ചു. പിതാക്കൾക്ക് ആദരമർപ്പിച്ചു തുടങ്ങിയ പദ്ധതിയിലൂടെ ലോകത്തുടനീളമുള്ള നിർധനരായ മനുഷ്യർക്ക് സുസ്ഥിരമായ ആരോഗ്യ സേവനങ്ങൾ നൽകുകയാണ് ലക്ഷ്യമിടുന്നത്. 24 ദുബായ്. വെൽക്കം ബാക്ക്. ഗൾഫ് ഫോക്കസ് തുടരുകയാണ്. 25 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കൻ ബ്രാൻഡായ വാൾമാർട്ടിന്റെ പ്രശസ്തമായ റോൾ ബാക്ക് പരസ്യം വീണ്ടും പുറത്തിറങ്ങി. പരസ്യത്തിലെ കേന്ദ്ര കഥാപാത്രമായ സ്റ്റോർ ഓണറുടെ വേഷത്തിലെത്തുന്നത് മലയാളിയാണ്. ഹ്രസ്വചിത്രങ്ങളിൽ ഉൾപ്പെടെ അഭിനയിച്ച് കഴിവ് തെളിയിച്ച SS ഉണ്ണിക്കണ്ണനാണ് വാൾമാർട്ടിന്റെ പരസ്യത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. ഓൺലൈൻ ഓഡീഷൻ, വീൽ ഓഡീഷൻ, നേരിട്ടുള്ള ഓഡീഷൻ എന്നീ ഘട്ടങ്ങളിലൂടെയാണ് ഉണ്ണിക്കണ്ണൻ സ്വപ്നനേട്ടത്തിലേക്ക് എത്തിയത്. പരസ്യത്തിൽ ഡബ്ബ് ചെയ്തതും ഉണ്ണിക്കണ്ണൻ തന്നെയാണ്. കേരള യോഗാസന സ്പോർട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 5ാമത് നാഷണൽ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചു. നാലാഞ്ചിറ മാർ ഗ്രിഗോറിയോസ് റിന്യൂവൽ സെന്ററിലാണ് മത്സരങ്ങൾ. നാഷണൽ യോഗാസന സ്പോർട്സ് ഫെഡറേഷൻ, ഏഷ്യൻ യോഗാസന സ്പോർട്സ് ഫെഡറേഷൻ, തിരുവനന്തപുരം വെസ്റ്റ് റോട്ടറി ക്ലബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മത്സരങ്ങൾ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏഷ്യൻ യോഗാസന സ്പോർട്സ് ഫെഡറേഷൻ പ്രസിഡന്റ് പത്മശ്രീ നൌഫൽ മാർവായ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ വിശിഷ്ടാതിഥിയായി. ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്സി ആശംസകൾ അറിയിച്ചു. 31-നാണ് ചാമ്പ്യൻഷിപ്പിന്റെ സമാപനം. മാതൃത്വ സങ്കല്പങ്ങളെ പുനരന്വേഷിക്കാനായി ഒരു അരങ്ങ്. UK-യിലെ കവൻട്രിയിൽ നാളെ ഉച്ചയ്ക്കാണ് സാസി ബോൺ 2025 എന്ന പേരിൽ പരിപാടി ഒരുക്കുന്നത്. വിവിധ ഇനങ്ങളിൽ മത്സരങ്ങളും ഉണ്ടാകും. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രതീകങ്ങളായ അമ്മമാരെ ആദരിക്കുകയും ആഘോഷിക്കുകയുമാണ് സാസി ബോണ്ടിന്റെ ലക്ഷ്യം. പല മേഖലകളിലായി നടക്കുന്ന മത്സരങ്ങളിൽ UK-യിലെ വിവിധയിടങ്ങളിൽ നിന്നായി 100 കണക്കിന് അമ്മമാർ പങ്കെടുക്കും. കമ്മ്യൂണിറ്റി ലീഡർ മോം, സെലിബ്രിറ്റി മോം ഓഫ് ദി ഇയർ, ഇൻസ്പിറേഷണൽ മോം, ഹെൽത്ത് ആൻഡ് വെൽനസ് മോം തുടങ്ങി നിരവധി മത്സര ഇനങ്ങളുണ്ട്. മാതൃ ശിശു ബന്ധങ്ങളുടെ പവിത്രതയെ ആഘോഷകരമാക്കുന്ന രീതിയിൽ UK-യിലെ പ്രമുഖ ഫാഷൻ ഡിസൈനറായ കമൽ മാണിക്കത്ത് അണിയിച്ചൊരുക്കുന്ന സാസി ബോൺ 2025 മാർച്ച് 30 ഞായറാഴ്ച UK-യിലെ കൊവൻട്രിയിൽ അരങ്ങേറുകയാണ്. UK-യിൽ മാതൃദിനം ഔദ്യോഗികമായി ആഘോഷിക്കുന്ന ദിവസം കൂടിയായ മാർച്ച് 30 നടക്കുന്ന ഈ പരിപാടിക്ക് യുക്മയുടെ എല്ലാവിധത്തിലുള്ള പിന്തുണയും അറിയിക്കുകയാണ്. വോട്ടിംഗിലൂടെയാണ് ജേതാക്കളെ കണ്ടെത്തുക. യുക്മ ദേശീയ അധ്യക്ഷൻ എബി സെബാസ്റ്റ്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഡെയ്ൻ ഡേവിസ് ആണ് സെലിബ്രിറ്റി ഗസ്റ്റ്. ഫ്ലവേഴ്സ് 24 ഡിജിറ്റൽ വൈസ് പ്രസിഡന്റ് ശ്രീരാ ശ്രീകണ്ഠൻ നായരാണ് മുഖ്യാതിഥി. 24 DOP വിൽസ് ഫിലിപ്പ് അതിഥിയാകും. ന്യൂസ് ഡെസ്ക് 24. മ്യാൻമർ ബാങ്കോക്ക് ഭൂകമ്പത്തിൽ മരണം 1000 കടന്നു. 2000-ലധികം പേർക്ക് പരിക്കേറ്റു എന്നാണ് വിവരം. മ്യാൻമറിലേക്ക് അടിയന്തര സഹായമായി 15 ടൺ അവശ്യ വസ്തുക്കൾ എത്തിച്ച് ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മ. സൈനിക മേധാവിയുമായി ടെലിഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നായ്പിഡോയിലെ ജയിലിൽ കഴിയുന്ന ആങ് സാൻ സൂചി സുരക്ഷിതയാണെന്നാണ് വിവരം. മ്യാൻമറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രത്തിന് സമീപമാണ് നഗരം സ്ഥിതി ചെയ്യുന്നത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള തിരച്ചിൽ ദുഷ്കരമാണ്. മുൻ രാജകൊട്ടാരങ്ങൾ, സർക്കാർ കെട്ടിടങ്ങൾ, മാസോയാനെ ആശ്രമം തുടങ്ങി നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഡാം തകർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായതായും വിവരമുണ്ട്. രാജ്യം ഇതുവരെ നേരിടാത്ത പ്രതിസന്ധിക്ക് പിന്നാലെ മ്യാൻമാർ സൈനിക മേധാവി അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിച്ചു. ടെന്റുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, മരുന്നുകൾ തുടങ്ങി 15 ടൺ അവശ്യ വസ്തുക്കളാണ് ഇന്ത്യ മ്യാൻമറിലെത്തിച്ചത്. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിലായിരുന്നു ഇന്ത്യയുടെ സഹായഹസ്തം. മ്യാൻമാർ സൈനിക മേധാവി മിന്നോങ് ഫ്ലൈങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിച്ചു. ദുഷ്കരമായ ഈ സമയത്ത് മ്യാൻമാർ ജനതയ്ക്കൊപ്പം നിൽക്കുന്നുവെന്ന് മോദി എക്സിൽ കുറിച്ചു. പട്ടാള ഭരണമുള്ള മ്യാൻമറിൽ ദുരന്തത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച പൂർണ്ണവിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. വാർത്താ സംവിധാനമൊരുക്കാൻ സഹായിക്കുമെന്ന് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് കമ്പനി അറിയിച്ചു. മ്യാൻമർ തലസ്ഥാനമായ നായ്പെഡോയിലെ ജയിലിൽ കഴിയുന്ന ഓങ് സാൻ സൂചി സുരക്ഷിതയെന്നാണ് വിവരം. മ്യാൻമറിലെ സൈനിക മേധാവി പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു.
മാൻഡലെ വിമാനത്താവളത്തിൽ താത്കാലിക ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു. അമേരിക്ക, ഫ്രാൻസ്, ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ മ്യാൻമറിന് സഹായമെത്തിച്ചു. ബാങ്കോക്കിൽ മെട്രോയുടെയും ലൈറ്റ് റെയിലിന്റെയും പ്രവർത്തനം പുനരാരംഭിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുന്നു. എല്ലാ പ്രവാസികൾക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ.